അപ്പൊ പിശാചിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ ആദ്യത്തെ എന്റെ സംസാരത്തിൽ സൂചിപ്പിച്ചതുപോലെ പല തരത്തിലുള്ള ഉപദ്രവങ്ങളും മനുഷ്യനെ ഏൽപ്പിക്കുവാൻ സാധിക്കും എന്ന് വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും കാണാം. എന്തിനധികം ചില വിവരങ്ങൾ കട്ടുകേട്ടിട്ട് ശൈത്താന്റെ ഔലിയാക്കന്മാരെ അത് പറഞ്ഞു കൊടുക്കും, മനുഷ്യന്മാരെ കൂട്ടത്തിലെ സ്വന്തക്കാരായ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കും, അവരെ സഹായിക്കും എന്നൊക്കെ തന്നെ വിശുദ്ധ ഖുർആനിലും ഹദീസിലും പരിശോധിച്ച് നോക്കിയാൽ കാണാം. ഇവിടുത്തെ പ്രശ്നം അതല്ല, ഷിർക്കിലേക്ക് പോകുന്ന പ്രശ്നം അതൊന്നുമല്ല. എന്താ, സഹായിക്കുമെന്ന് കരുതിയിട്ട് ഇപ്പം മലക്ക് ജിബ്രീലാണ് വഹയുമായിട്ട് വരുന്നത്, അതേപോലെ തന്നെ മഴ, വെള്ളം ഇതുകൊണ്ടൊക്കെ ഏൽപ്പിക്കപ്പെട്ട മലക്കുണ്ട്, റൂഹിനെ പിടിക്കാൻ ഏൽപ്പിക്കപ്പെട്ട മലക്കുൽ മൗത്തുണ്ട്. മലക്കുൽ മൗത്തേ എന്റെ റൂഹ് പിടിക്കണേ, അല്ലെങ്കിൽ എന്റെ റൂഹ് പിടിക്കരുതേ എന്ന് മലക്കുൽ മൗത്തിനോട് നമുക്ക് വിളിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഈ മലക്കിന് പടച്ചോന്റെ കൽപ്പന പ്രകാരം റൂഹ് പിടിക്കാൻ കഴിയും എന്നതിൽ സംശയമില്ല, മഴ ഇറക്കാൻ കഴിയും എന്നതിൽ സംശയമില്ല. മനുഷ്യന്റെ സംരക്ഷണത്തിനായി ഏൽപ്പിക്കപ്പെട്ട ഹഫളത്ത്, അതെ, സംരക്ഷിക്കുന്ന മലക്കുകളുണ്ട് എന്ന് വ്യക്തമായി ഇസ്ലാമിൽ സ്ഥിരപ്പെട്ടിട്ടുള്ള കാര്യമാണ്. എന്നാൽ അതിന് ആ മലക്കുകൾ സംരക്ഷിക്കുമെന്ന് കരുതി മലക്കുകളോട് പ്രാർത്ഥിക്കാൻ പാടുണ്ടോ? പാടില്ല. അതാണ് ശിർക്കാകുന്നത്. കഴിവ് ഉണ്ടോ ഇല്ലേ എന്നതല്ല പ്രശ്നം, നേരെ മറിച്ച് വിളിച്ചു പ്രാർത്ഥിക്കാമോ പാടില്ലേ എന്നുള്ളതാണ് പ്രശ്നം. അപ്പൊ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി സഹായിക്കുമെന്ന് വിശ്വസിച്ച് അവരോട് വിളിച്ചു പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ശിർക്കിലേക്ക് എത്തിക്കുന്നത്.